നമസ്കാരം. പുണ്യ റംസാൻ മാസം വരികയായി. ഒരുപാട് വൃക്കരോഗികൾ ഒരു ചോദ്യവുമായി എൻ്റെ മുമ്പിലെത്തുന്നു. അവർക്ക് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. വൃക്കരോഗികൾ നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നെഫ്രോളജിസ്റ്റുമായി ആദ്യമേ ചർച്ച ചെയ്ത് തീരുമാനമാക്കണം. കിഡ്നിയുടെ സ്റ്റേജ്, അതിൻ്റെ അസുഖത്തിൻ്റെ തീവ്രത, ശരീരത്തിൽ നീര് കെട്ടുന്ന അസുഖമാണോ, നീരധികം പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള അസുഖമാണോ എന്ന് നോക്കി നെഫ്രോളജിസ്റ്റ് അനുവദിക്കുമെങ്കിൽ മാത്രമേ നോമ്പെടുക്കാൻ പാടുകയുള്ളൂ. 2, നിങ്ങളുടെ മരുന്നുകൾ നോമ്പെടുക്കുകയാണെങ്കിൽ എങ്ങനെ അതിൻ്റെ സമയം ക്രമീകരിക്കണമെന്ന് ഡോക്ടറോട് നേരത്തെ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. 3, ഭക്ഷണക്രമം. കിഡ്നി രോഗികൾക്ക് ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പഴവും പഴവർഗ്ഗങ്ങളും അവർക്ക് നിഷിദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ നോമ്പെടുക്കുന്ന സമയത്ത് ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം, നോമ്പ് തുറക്കുമ്പോൾ ഏത് ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നെല്ലാം മുൻകൂട്ടി ഡോക്ടറുമായി ചർച്ച ചെയ്ത് തീരുമാനമാക്കി വെക്കണം. 4, ഡയാലിസിസ് രോഗികൾ കഴിവതും ഡയാലിസിസ് ഉള്ള ദിവസം നോമ്പ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി ദിവസങ്ങളും പറ്റുമെങ്കിൽ മാത്രമേ നോമ്പെടുക്കാൻ പാടുകയുള്ളൂ. അതും ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രം. 5, നോമ്പെടുക്കുന്ന സമയത്ത് തലകറക്കം വരുന്നു, ക്ഷീണം വരുന്നു, മൂത്രത്തിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നു, ശ്വാസം മുട്ടലേക്ക് പോകുന്നു എന്നെല്ലാം തോന്നുകയാണെങ്കിൽ നോമ്പ് മുറിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ വൃക്കരോഗികൾ ഡോക്ടറുടെ അനുമതിയോടുകൂടി മാത്രമേ നോമ്പെടുക്കാൻ പാടുകയുള്ളൂ. മതപരമായ ആചാരങ്ങൾ നമുക്ക് പ്രധാനമാണ്, ആരോഗ്യം അതിലും പ്രധാനമാണ്.